Hey all, welcome back to pre and post market analysis. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, വളരെ വളരെ നല്ലൊരു ദിവസമായിരുന്നു. ബട്ട് എന്നാൽ ഇന്നലെ നമ്മൾ ബുള്ളിഷിലായിരുന്നു കൂടുതൽ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു മൊമെന്റം കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇല്ല നല്ലൊരു പുഷ് തരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് പോയത്. മാർക്കറ്റ് നമുക്ക് നേരെ തിരിഞ്ഞ് ബെയറിഷ് സൈഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്നാൽ നമ്മൾ അവിടെ നല്ലൊരു എൻട്രി ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഗ്യാപ് ഡൗണിൽ വന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ബെയറിഷ് ലെവലിൽ നിന്ന് മാർക്കറ്റ് വരികയും അവിടുന്ന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് 3 കോൾസ് തന്നിട്ടുണ്ടായിരുന്നു, മൂന്നും ഈവൻ തേർഡ് ടാർഗറ്റ് വരെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര സൂപ്പർബായിട്ടായിരുന്നു നമുക്ക് ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ്. സോ ലെറ്റ്സ് സീ ഇന്ന് എങ്ങനെയായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്, ആൻഡ് ഓൾസോ നാളെ നമ്മൾ ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 3 കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഫിൻ നിഫ്റ്റിയിലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബേസിൽ ലൈവ് സെഷന്റെ ലിങ്ക് ഷെയർ ചെയ്യും. ഫസ്റ്റ് പ്രീമിയം ഗ്രൂപ്പ്, നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് ആണ്, റൈറ്റ്? സോ ഇവിടെ നമ്മൾ ലൈവ് സെഷൻ കൊടുക്കുകയും ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ഫസ്റ്റ് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് 2 വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ 200 വരെ പറഞ്ഞിട്ടുണ്ട്. ഫൈനലി ഓക്കെ ഫൈൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞ സെർട്ടൺ ലെവലാണ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നിഫ്റ്റി ബാങ്കിലുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇൻ നിഫ്റ്റി നമ്മൾ 3 എൻട്രീസ് തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് സി ഹിയർ 40 പോയിന്റ്സ് നിഫ്റ്റിയിൽ, 40 പോയിന്റ്സ് നിഫ്റ്റി ബാങ്കിൽ, 150 പോയിന്റ്സ് ആൻഡ് ഫിൻ നിഫ്റ്റിയിൽ 85 പോയിന്റ്സ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ പേഴ്സണൽ മെന്റർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ സോറി പേഴ്സണൽ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഹ്യൂജ് റിട്ടേൺ ആയിരുന്നു. 120ൽ നിന്ന് എടുത്ത എൻട്രി അപ്പോൾ 400 to 450 റേഞ്ചിൽ സ്ക്വയർ ഓഫ് ചെയ്യുകയായിരുന്നു ചെയ്തത്. 400 ആയിരുന്നു ഫൈനൽ ടാർഗറ്റ്. പിന്നെ ട്രെയിൽ ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു 450 വരെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർബായിരുന്നു. നിഫ്റ്റി ബാങ്കിന്റെ കാര്യമാണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ദിവസമായിരുന്നു. മാർക്കറ്റ് മൂവ് ചെയ്തത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചാർട്സിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്. ഓ, മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു സെർട്ടൺ ലെവൽ യാ. സോ മാർക്കറ്റ് നമുക്ക് ഇന്ന് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഇപ്പൊ 1 അവറിലാണ് കറന്റ് ചാർട്ട് അനലൈസ് ചെയ്തതിന്റെ ബേസ് 1 അവർ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ വരികയും ആൻഡ് ഈ ഒരു സെർട്ടൺ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത ടൈമിൽ നമ്മൾ ഷോർട്ട് ചെയ്തോളാം, അതായത് പി ബൈ ചെയ്തോളാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് അനലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ലൈവ് സെഷനിൽ പോയി കണ്ടു നോക്കുക. ഐ തിങ്ക് 2 to 3 അവേഴ്സ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് അനലൈസ്. സംബഡി ആസ്ക്ഡ് ഇൻ ബിറ്റ്വീൻ, ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അനലൈസ് ചെയ്തത്, നിഫ്റ്റിയുടെ വ്യൂ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, അത് ഒരു വ്യൂ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആക്ച്വലി. സോ അതായത് നിങ്ങൾക്ക് ഈ ലെവൽസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. 19,562 എന്ന് പറയുന്ന ലെവലിന്റെ ഇമ്പോർട്ടന്റ്. സോ അത് കഴിയുമ്പോഴത്തേക്ക് മാർക്കറ്റ് നേരെ ഡ്രാസ്റ്റിക് ഒരു ഫോളോ നിന്നിട്ടുണ്ടായിരുന്നത് ഇല്ലേ. ഇതായിരുന്നു നമുക്കിന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വാട്ട് അബൌട്ട് നിഫ്റ്റി ബാങ്ക്? നിഫ്റ്റി ബാങ്കിൽ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ലെറ്റ്സ് സീ. See here, Nifty Bank almost like first second candle തന്നെ നമുക്കൊരു കൺഫർം, തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് ക്യാൻഡിൽ തന്നെ നമുക്കൊരു കൺഫർമേഷൻ നിന്നു. അവിടെ നിന്നാണ് നമ്മൾ നിഫ്റ്റി ബാങ്ക് സെക്കൻഡ് എൻട്രി തന്നത്. ഫിൻ നിഫ്റ്റി ഫസ്റ്റ് തന്നെ ഒരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്ത് തന്നില്ലേ, കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ, ഐ എം അബൌട്ട് ടു ഫോൾ എന്ന് ഫിൻ നിഫ്റ്റി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സി ഹിയർ ഈ ഒരു മേജർ ലെവൽ ഫസ്റ്റ് ക്യാൻഡിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു, ഒരു കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്തു, ഈ ഒരു ക്യാൻഡിൽ നിന്ന് എൻട്രി എടുത്തു. ആൻഡ് വി ഓൾമോസ്റ്റ് ലൈക്ക് വെയിറ്റഡ് ടിൽ ഹിയർ. ദെൻ ലേറ്റർ താഴത്തേക്ക് മൂവ്മെന്റ് ഉണ്ടായിരുന്നു, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, പ്രീമിയം ഗ്രൂപ്പ് ഓൾമോസ്റ്റ് ലൈക്ക് 2 പ്രീമിയം ഗ്രൂപ്പ്സ് ഉണ്ട് നമുക്ക്. അതിൽ അത്യാവശ്യം എല്ലാത്തിലും കൂടെ അറൗണ്ട് ലൈക്ക് 200+ ആൾക്കാരുണ്ട്. നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് ലൈക്ക് 1 month ആയാണ് പ്രീമിയം ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ എൻട്രി എടുക്കുമ്പോഴത്തേക്ക് നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി ഈ മൂന്നിടത്ത് നമ്മൾ എൻട്രി തരുന്നുണ്ടായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം എടുക്കുക, എല്ലാം കൂടെ എടുത്ത് എല്ലാം കൂടെ ഗെയിൻ ചെയ്യാം എന്നുള്ള ഒരു ഗ്രീഡിനെസ് ആരും കാണിക്കരുത്. ജസ്റ്റ് ലൈക്ക് ഒരെണ്ണം മാത്രം എടുക്കുക. ആൻഡ് ഓൾസോ റിസ്ക് മാനേജ്മെന്റ് ചെയ്യുക, മണി മാനേജ്മെന്റ് ചെയ്യുക, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മൈൻഡ് മാനേജ്മെന്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് മാത്രമേ എല്ലാവരും, ഈവൻ ഈ പ്രീമിയം ഗ്രൂപ്പിൽ നിന്നാണെങ്കിലും നിങ്ങൾ കോൾ എടുക്കാവുള്ളൂ. ഫൈൻ. ഇത് മനസ്സിലാക്കാതെ ഇല്ല, ഇത് ചെയ്യാതെയാണ് നിങ്ങൾ ചെയ്യുന്നത്, തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി എത്ര വലിയ നല്ല കോൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ലോസ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. മജോറിറ്റി ആൾക്കാരും പ്രശ്നം എന്താണെന്ന് അറിയാം, ഈ ഒരു 3 കാര്യങ്ങൾ മനസ്സിലാക്കാത്ത മജോറിറ്റി ആൾക്കാരും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇറങ്ങും, ലോസ് ആകുമ്പോഴത്തേക്ക് ഇറങ്ങത്തില്ല. ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. സെക്കൻഡ് ലൈക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തില്ല. തേർഡ് ലൈക്ക് എത്ര ടാർഗറ്റ് ഹിറ്റ് ചെയ്താലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ റീട്രേസ് ആവും, ഇത് ഇറങ്ങും. സോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നാണ്, മൈൻഡ് മാനേജ്മെന്റിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് നോക്കാം നാളെ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഉള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓ, അബൌട്ട് നിഫ്റ്റി ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാവരും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാളെ എക്സ്പയറി ആണ് എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിൽ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്, റൈറ്റ്?
സോ അതിനനുസരിച്ച് വേണം നമ്മൾ ഒന്ന് കോഷ്യസ് ആയിട്ടിരുന്ന് ട്രേഡ് ചെയ്യണം. ട്രേഡ് ചെയ്യരുത് എന്നല്ല, കോഷ്യസ് ആയിട്ടിരുന്ന് ട്രേഡ് ചെയ്യേണ്ടതാണ് എല്ലാവരും. സോ അബൌട്ട് നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ ബെയറിഷ് മൊമെന്റത്തിൽ വന്ന് നിൽക്കുകയാണ് നിഫ്റ്റി എന്നുള്ളത്. സോ ഇത് ഈ ഒരു ഹൈ, അതായത് 19,562ക്ക് മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ സോൺ കണ്ടോ, ഇതെന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ. ഈ ഒരു സോണിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യുന്നുമില്ല നമ്മൾ. ഇതിന് മുകളിലേക്ക്, ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിന് മുകളിലേക്ക് എപ്പോഴാണോ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്ത് വരുന്നത് അപ്പോൾ മാത്രമായിരിക്കും നമ്മൾ ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുന്നത്, ഇല്ലെ ബുള്ളിഷ് സൈഡിലോട്ട് ഒരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വേണമെങ്കിൽ CE ബൈ ചെയ്യുക എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനാണ്. ചില ആൾക്കാർ ഓക്കെ ഫൈൻ ബുള്ളിഷ് വ്യൂ എന്നല്ല പറയുന്നത്, ചില ആൾക്കാർ പറയുന്നത് ഓക്കെ ഫൈൻ ഞാൻ CE ബൈ ചെയ്തു, PE ബൈ ചെയ്തു എന്നാണ് പറയുന്നത്. റൈറ്റ്, ഗുഡ്, ഡിപ്പെൻസ്. റൈറ്റ്, എല്ലാവരും മനസ്സിലാക്കുന്ന രീതികൾ പലതാണ്, പല രീതിയിലാണ്. നോ പ്രോബ്ലം. സോ നമുക്ക് മാർക്കറ്റ് ഇനി ബെയറിഷ് സൈഡിലോട്ടാണ്. ഇതൊരു ബെയറിഷ് സോൺ തന്നെയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ലൈക്ക് ബെയറിഷ് സോൺ. ഫസ്റ്റ് ക്യാൻഡിൽ നാളെ ഫോം വന്ന ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ, ബുള്ളിഷ് ക്യാൻഡിൽ 6 പാറ്റേൺസ് ഒന്നും തന്നെ ഫോം ആകാൻ പാടില്ല. ഫസ്റ്റ് ക്യാൻഡിൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ആൻഡ് ബെയറിഷ് ക്യാൻഡിൽ പാറ്റേൺ. ഇത് അറിയാത്ത ആൾക്കാർ ഒട്ടും ബേസ് ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ആരും ട്രേഡ് ചെയ്യാനായിട്ട് വരരുത്. തീർച്ചയായിട്ടും ഞാൻ പറയാം, കാരണം ലോസസ് ഉണ്ടാക്കും, ഹ്യൂജ് ലോസ് ഉണ്ടാക്കും. ലേൺ ചെയ്യുക. ഇവിടെ എന്ന് ഞാൻ പറയുന്നില്ല, എവിടുന്നെങ്കിലും നല്ല രീതിയിൽ ലേൺ ചെയ്തിട്ട് മാത്രം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. എസ്പെഷ്യലി ഡെറിവേറ്റീവ്സിൽ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അവിടെ ട്രേഡ് ചെയ്യാനായിട്ട് ഈ ഒരു സെഗ്മെന്റിലോട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം വരിക. ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. നമുക്കൊരു ഹ്യൂജ് ലോസസ് ആൻഡ് ഓൾസോ ഒരു ലൈക്ക് ഒരു 5+ ഇയേഴ്സ് അല്ലെങ്കിൽ 10+ ഇയേഴ്സ് എടുക്കും നിങ്ങൾക്ക് സ്വയമേ പഠിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ. ആൻഡ് ഓൾസോ യൂട്യൂബ് വീഡിയോസിൽ നിന്ന് മാത്രം നോക്കുകയാണെങ്കിൽ അതും ലൈക്ക് ക്ലസ്റ്ററിൽ അത് ലൈക്ക് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള നോട്ടുകളായിരുന്നു. ബട്ട് ഇപ്പൊ മൊത്തം ഇത് തന്നെയാണ്. കുറെ അധികം നോളജിലെ ഡേറ്റാസ് ഉണ്ട് ഇതിനെപ്പറ്റി. അപ്പൊ ഏത് പിക്ക് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾ അവരുടെ നോക്കി ഓക്കെ ഫൈൻ ഇത് വർക്ക്ഔട്ട് ആയി, ഇല്ലെങ്കിൽ അത് എടുത്ത് ഓക്കെ നിങ്ങൾ കാണുമ്പോൾ മൈറ്റ് ബി ഓക്കെ ഫൈൻ വർക്കിംഗ് എന്ന് തോന്നും. ബട്ട് അത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ലോസസ് വരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ദിവസം ഇത് തന്നെ യൂട്യൂബിൽ പോയിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ ഫൈൻ, ഇല്ലെങ്കിൽ എവിടെ സെർച്ച് ചെയ്യും, റൈറ്റ്, ഗൂഗിളോ എവിടെയെങ്കിലും പോയി നിങ്ങൾ ചെയ്ത് സെർച്ച് ചെയ്യുക അടുത്തൊരു സ്ട്രാറ്റജിക്ക് വേണ്ടി. അത് ഫെയിലർ ആവുന്നു, പിന്നെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. സോ ജസ്റ്റ് ലൈക്ക് ഒരു കൺസിസ്റ്റൻസി ഇൻ സ്ട്രാറ്റജി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ട്രേഡിംഗ്, ഈ രണ്ട് കാര്യങ്ങളും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഗോട്ട് ഇറ്റ്? സോ നമുക്ക് നോക്കാം. ഇതൊരു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ബെയറി സോണിലാണ് നിൽക്കുന്നത്. നാളെ ഫോം ആണ്. ഫസ്റ്റ് ക്യാൻഡലിന്റെ ബേസിൽ നമുക്ക് ഒരു ട്രേഡിലെ ഒരു ലൈക്ക് ഒരു മൊമെന്റം നമുക്ക് കൺഫേം ചെയ്യുന്നതായിരിക്കും. ദെൻ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ഫൈൻ ലെറ്റ്സ് ബി കൂൾ ഡൗൺ, മാർക്കറ്റ് എന്തായാലും താഴത്തേക്ക് പോകാൻ പോകുക നമുക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ദെൻ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 19,385ഉം സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 19,303ഉം ആൻഡ് ഫോർത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് 19,234ഉമാണ് നമുക്ക് ബേസിക്കലി ഉള്ളത്. ഈ 3 ലെവൽസ് ആണ് നമുക്ക് ഉള്ളത്. ഗോറി വേറെ സൈഡിലോട്ട് വേറെ ഉണ്ട്. നാളെ ലൈവിൽ വന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ഓക്കെ ഫൈൻ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒരു സെർട്ടൺ ലെവൽസ് ഞാൻ കറന്റ് മാർക്ക് ചെയ്ത് തരുന്ന മാത്രമാണിത്. ഗുഡ്. സോ ഇതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നുണ്ടായിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് നേരെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ജോയിൻ ദ ഫൈൻ. സോ നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ഇത് ആ ഒരു ബെയറി സോൺ തന്നെയാണ്. ഫസ്റ്റ് ക്യാൻഡിന്റെ ബേസിസിൽ നമുക്ക് ട്രേഡ് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവൽ 45,280ക്ക് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നോൺ ട്രേഡിംഗ് സോണിലോട്ട് മാറുന്നതായിരിക്കും. ഏതാണ് നമ്മുടെ ഇവിടുത്തെ നോൺ ട്രേഡിംഗ് സോൺ? ലെറ്റ്സ് സേ ഈ ഒരു റേഞ്ച് നമുക്ക് നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുകയും എപ്പോഴാണോ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരുന്നത്, ഈ ഒരു സെർട്ടൺ ലെവൽ 45,786ന് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് തരുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമായിരിക്കും നമ്മളൊരു ബുള്ളിഷ് വ്യൂ ആയിട്ട് കീപ്പ് ചെയ്തിട്ട് 46,300 റേഞ്ചിലോട്ട് വരാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ജസ്റ്റ് പ്രോബബിലിറ്റി ഉണ്ട്, റൈറ്റ്? ദെൻ ബെയർ സൈഡിലോട്ട് ആണെങ്കിലോ 44,562ഉം ആൻഡ് ഓൾസോ 44,220ഉം ആൻഡ് 43,548.95, റൈറ്റ്? ഈ ഒരു സെർട്ടൺ റേഞ്ചിലോട്ട് ഫോൾ ആകുകയാണെങ്കിൽ ഫൈനൽ വരെ വരാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. നാളെ ലൈവിൽ വന്നിരിക്കുക, നമുക്ക് നോക്കാം. നാളെ എക്സ്പയറിയും കൂടെയാണ്, നമുക്ക് ഇച്ചിരി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ് അവിടെ ഉള്ളത്. ആൻഡ് ഫൈനലി ഫിൻ നിഫ്റ്റി ഹിയർ. നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആസ് ബാങ്ക് ആണ്. ഇവിടെ ഒരു ബെയർ സോൺ തന്നെയാണ്. ഫസ്റ്റ് ക്യാൻഡിന്റെ ബേസിസിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നതോ ഇല്ല ബുള്ളിഷ് സോൺ എന്നോ ഇല്ല ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ഇല്ല വ്യൂ വരുന്നത് പറയുന്നത് 20,400 ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്രമായിരിക്കും നമുക്കൊരു ബുള്ളിഷ് വ്യൂ നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടു 20,650 150 പോയിന്റ്സ് അപ്പ് ഇൻ സ്പോട്ട് ചാർട്ട് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് വരുന്നത്.
അബൌട്ട് ഈ ഒരു ബെയർ സോൺ ആണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്കൊരു 19,891 സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 19,622 തേർഡ് ടാർഗറ്റ് ആയിട്ട് 19,460 നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് നേരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. റൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണില്ല, എന്തെങ്കിലും കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ജസ്റ്റ് കമന്റിൽ അറിയിക്കുക. ആൻഡ് ഓൾസോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് വേണം ഇല്ലേ, യു ഫീൽ ഗുഡ് ആണെങ്കിൽ ഗുഡ്, ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് ജസ്റ്റ് ലൈക്ക് കമന്റ് ചെയ്യുക, നോ ഒഫൻസ് അറ്റ് ഓൾ കോസ്റ്റ്. സോ ദാറ്റ് അപ്പോഴേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്താണ് ഇനി വേണ്ടത് നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ നമുക്ക് അറിയത്തുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. സി യു ഓൾ ഓൺ നെക്സ്റ്റ് ഡേ. നാളെ ഇപ്പം മറക്കണ്ട 9 മണിക്ക് ലൈവ്. എത്ര മണി വരെയാണ്? 1 മണി വരെയാണ് നമുക്ക് ലൈവ് ഉള്ളത്. സി യു ഓൾ. ബൈ.